എല്ലാ ചെടിയും ഉണങ്ങിപ്പോയി. വസന്തേച്ചിൻ്റെ ഇടയ്ക്ക് എത്ര ചെടിയാണ് തഴച്ച് വളരുന്നത്. ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോയതാ. ഇവിടുത്തെ ഒക്കെ ഉണങ്ങിപ്പോയി. രണ്ടെണ്ണം ശോഭനേച്ചിൻ്റെ അവിടെ നിന്ന് പൊട്ടിക്കണം കുടുംബശ്രീക്ക് പോകുമ്പോൾ എന്തെങ്കിലും. മോനെ, മോൻ വെള്ളം കുടിച്ചില്ല ഇന്നടാ? നാശം കുടിച്ചോ? നീ ഇന്ന് കുളിച്ചില്ലേനു? രാവിലെ പറഞ്ഞില്ലേനു കുളിക്കണമെന്ന്? എന്നാ പറഞ്ഞാലും കേൾക്കുകയില്ല. എന്നാ ഓടുവാ. കുറേ മീനുണ്ടായിരുന്നു. ഞാൻ അതും ബസ്സിൻ്റെ ചീറ്റി കൊണ്ടുപോയിരിക്കും. ഒരു നേരം എങ്ങോട്ടേയും പോയാലും ഇങ്ങനെയാണ്. അതിലുണ്ടായിരിക്കും. എന്താ വരുന്നത്? ഐശ്വര്യോ? പെണ്ണിൻ്റെ ചാരം വലിയ ഐശ്വര്യറായി. മോളെ ഐശ്വര്യേ, മോളെ എവിടെ പോയതേനു? ദേവിയേച്ചിയെ, ഞാൻ സുലോചനേച്ചിൻ്റെ അവിടെ പോയതേനു. ഇന്നലെ കുടുംബശ്രീന്റെ ബുക്ക് ഞങ്ങളവിടെ ഇല്ല, അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതേനു. ഇന്നലെ നിങ്ങളവിടെ തന്നെ മോളെ? ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. മരുവളവിടെ പോയിട്ട് വരുമ്പോൾ നേരം വൈകിപ്പോയി. അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇന്നലെ അഞ്ചേച്ചിൻ്റെ അവിടെ പോയിനുല്ലേ? അതാണെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ലീവാണ്. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോട്ടെ. അല്ല, അവിടെ ഐശ്വര്യ ഒന്ന് ചോദിക്കട്ടെ. എന്തേ ദേവിയേച്ചിയെ? അല്ല മോളെ, നീ എത്രയോ പഠിച്ചതൊക്കെയല്ലേ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊരേ കുത്തിരിക്കുക? കുടുംബശ്രീൻ്റെ ബുക്ക് അങ്ങോട്ടുണ്ടാകുക ഇങ്ങോട്ടുണ്ടാകുക. എന്ത് ചെയ്യാനാ ദേവിയേച്ചിയെ? പഠിക്കാനൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനും കൂടി പോയിണ്ടേ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നിനക്ക് അമ്മനോട് അറിഞ്ഞൂടെ ഏത് കാലം കൊണ്ട് പോകുന്നു? ഇനി എന്തിനുണ്ടാക്കുക? അല്ല എന്നോ പോകുന്നില്ലേ? പക്ഷെ അതല്ല ദേവിയേച്ചിയെ, ഞാനും കൂടി പോയി കഴിഞ്ഞാൽ മക്കളെ കാര്യവും കഷ്ടത്തില്ല. മക്കളെ നോക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ വീട്ടില്? മുപ്പത്തിയോടെ അവിടെ കുത്തിരിക്കാൻ പറ. നീ മോള് പോയിക്കോ. പക്ഷെ അതൊന്നും അമ്മ പറഞ്ഞാൽ കേൾക്കൂല. പണിക്ക് പോകുന്ന ആളല്ലേ. അപ്പം പിന്നെ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാൽ അതൊന്നും കേൾക്കൂല. മുപ്പത്തിയോടെ ഇനി പോകണ്ടെന്ന് റെഡി. ഇനി ഇത്ര അവിടെ കുത്തിരിക്കട്ടെ. ഏതോ കാലമല്ലേ പോകുന്നത്. ഇനി കുറച്ച് മക്കളെ നോക്കിക്കോട്ടെ. മോള് പോയിക്കോ എന്തെങ്കിലും നല്ല കമ്പനിയിൽ. അല്ല, ഓനെന്ത് വിചാരിക്കുക? ഇത്രയും പഠിച്ച പെണ്ണിനാ പുരയിലിട്ട് നരയിപ്പിക്കാൻ? ഓനെന്താ വിവരല്ലേ തീരെ? ഇനി അതിനെല്ലാവരും സമ്മതത്തിനൊന്നും നിൽക്കണ്ട മോളെ. ഇനി അങ്ങ് പോയോടേണ്ടി. അതെങ്ങനെയാ ശരിയാവുക ദേവിയേച്ചിയെ? ഞാനങ്ങ് പോയിട്ടാ പിന്നെ എനിക്ക് അങ്ങോട്ട് തന്നെയല്ലേ കയറി ചെല്ലാനുള്ളത്. പിന്നെ എങ്ങനെ പോവാനാ ഞാൻ? എന്നാലൊരു കാര്യം ചെയ്യാം മോളെ, ഞാൻ എൻ്റെ അമ്മായിമ്മനോടൊന്ന് പറയട്ടെ. അങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് എന്നെ പറഞ്ഞയക്കാൻ. ഇത്രയും പഠിച്ച പെണ്ണല്ലേ എന്നൊക്കെ ചോദിച്ചാലേ ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു മനമാറ്റം വരികയായിരിക്കും. അമ്മയും ചിന്തിക്കായിരിക്കും. ഓഞ്ച ദേവിയേച്ചിയെ, നിങ്ങൾ ഇനി അമ്മായിമ്മൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി. ഇങ്ങനെ സ്നേഹിക്കുന്നൊക്കെ ആൾക്കാരും ഇപ്പോൾ അടുത്തുണ്ടല്ലോ എന്ന് അറിയുമ്പോഴേ. മോളെ, ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വന്ന് എൻ്റെ അമ്മായിമ്മനോട് പറയാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ മുപ്പത്തി കേൾക്കുകയായിരിക്കും. എന്നാൽ എനിക്കൊരു സന്തോഷമായല്ലോ. എന്തേ ഒരു മനമാറ്റം വന്ന് എന്നാലാണ് മോക്ക് പണിക്കും പോകാം. നിങ്ങൾ ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് ഞാൻ അറിയില്ലേനും ദേവിയേച്ചിയെ. എന്തായാലും നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എനിക്ക് അങ്ങനെയാ മോളെ. ആരെങ്കിലും എന്തേ ഒരു സങ്കടം പറഞ്ഞാലേ എൻ്റെ മനസ്സാടെ അലിഞ്ഞു പോകും. പിന്നെ ഞാൻ ഓലക്ക് എന്തുണ്ട് ചെയ്തു കൊടുക്കാൻ നോക്കും. എന്നാൽ ശരി ദേവിയേച്ചിയെ, ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. മക്കളെ ഞാൻ താഴത്തെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അമ്മ ഇപ്പോൾ പണി കഴിഞ്ഞ് വരും. അപ്പോഴത്തെ ചായയൊക്കെ കാച്ചി വെക്കണം. എന്നാൽ മോള് വേഗം നടന്നോ. ഞാൻ നാളെ എന്തായാലും അങ്ങോട്ട് വരാം. അമ്മായിമ്മനെ കണ്ടിട്ട് എല്ലാം ഞാൻ പറയാം. ആയിക്കോട്ടെ മോളെ. ഓൾ ചായ വെച്ചിട്ടുണ്ടായാൽ മതിയായിരുന്നു. എന്തൊരു വെയിലാണേ, എന്തോ ഒരു ക്ഷീണമായിരിക്കുന്നു. വിമലേച്ചി, ഞങ്ങൾ പണി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതാര് ദേവിയോ? ആടി, ഇന്ന് ഇത്ര നേരം വൈകിയതാ. ഞാൻ നിങ്ങളവിടേക്ക് വരേനു. ഞാൻ വിചാരിച്ചു നിങ്ങൾ എത്തിയിട്ടുണ്ടാവുമെന്ന്. എങ്ങോട്ട് വന്നായിരുന്നു? എന്നാ പോരി. എന്നാ ചുരിദാർ ഇട്ടിട്ടെനിക്ക് മനസ്സിലായില്ല. അതില്ല, ഞാനിപ്പോ ഇടയ്ക്ക് ചുരിദാറാടല്. സാരീനെക്കാട്ടും വേഗം കയ്യല്ലോ. എന്നാ പോരി, വെയിലുള്ളണ്ട. അല്ല, ഇനി എന്തായാലും വന്നത്? അല്ല, ഞാൻ പിന്നെ വെറുതെ ഒന്നും ഇങ്ങോട്ട് വന്നായിനു. എന്നാലും എന്തോന്നുണ്ടല്ലോ, ഇനി പറഞ്ഞോ? അതില്ല വിമലെടുത്ത്, ഇന്നലെ നിങ്ങളെ മരുവോൾ അങ്ങ് വന്നിനു. ഓളെന്തിനു? ഒന്നും പറയട്ടെ വിമലെടുത്ത്, അതിന്റെ ബേജാറ് കണ്ടുകൂടാ. ഓക്കെന്ത് ബേജാറ്? ഓക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവില്ലല്ലോ, പിന്നെ എന്തിനു ബേജാറാണോ? ഇത് മാത്രം നിങ്ങൾ പറയരുത് വിമലെടുത്ത്, ഒരു കുറവുമില്ലാന്ന്. ആ കുട്ടീനെ എന്തിനാ നിങ്ങൾ പറഞ്ഞയക്കലുണ്ടോ? ഓളെ ഏടെ പറഞ്ഞയക്കുന്നില്ല നീ പറയുന്നത്? നിങ്ങൾ എന്തെറ്റാ വിമലെടുത്ത് ഒന്നും അറിഞ്ഞൂടാത്ത മാതിരി പറയുന്നത്? എത്ര പഠിച്ച പെൺകുട്ടിയാണത്. അതിന്റെ കണ്ണീര് കണ്ട അമ്പളെ കണ്ണെന്ന് തന്നെ ചോര വീണു. ഇവിടുത്തെ അടുപ്പ് ഊതി കയ്യാനുള്ളത് എന്നു. ഇനി എന്തറിഞ്ഞിട്ടാ ദേവിയെ പറയുന്നത്? 2 പൈത മക്കളല്ല ഇവിടെ ഉള്ളത്. അയറ്റുകൾ ഇത്ര വലുതായാലും ഓക്ക് പോകാൻ പണിക്ക്.
ഐറ്റികളെ ആര് നോക്കും? ഞങ്ങൾ രണ്ടാളും പണിക്ക് പോയാൽ? അതിനൊരു കാര്യം ചെയ്തോളൂ വിമലെടുത്തിയെ, നിങ്ങൾ കുറേ കാലമായില്ലേ പോകുന്നത്, ഇനി ഓള് പോയിക്കോട്ടെ കുറച്ച്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് പണിയൊന്നും നിർത്താൻ കഴിയൂല. എന്തെങ്കിലും ഒരു 5 പൈസ കിട്ടണമെങ്കിൽ എനിക്ക് ആ പണിക്ക് പോകാണ്ട് കഴിയൂല. കുടുംബശ്രീക്ക് അതിന് ഇതിനൊക്കെ കൊടുക്കാനുണ്ടാവും. ഒക്കെ അവൻ്റെ കാലിടിക്കാൻ കഴിയുമോ? അതൊക്കെ ശരിയാണ് വിമലെടുത്തിയെ, എന്നാലും ആ കുട്ടീനെ നിങ്ങൾ പരിഗണിക്കണ്ടേ? അതല്ല വിമലെടുത്തിയെ, എന്നാലും അതെൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് എനിക്ക് ഉറക്ക് വന്നില്ല. എന്നാലും എൻ്റെ മോള് കരയും പോലെ തോന്നിപ്പോയി. അത്രയും കണ്ണീര് പെയ്തോട്ട് പണീൻ്റെ കാര്യവും പറഞ്ഞ് ഓളിനോട് അത്രയും പറഞ്ഞേക്ക്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ പോയി പറയാം അമ്മനോട്. അതാ ഞാൻ ഇന്ന് തന്നെ പോന്നോട്ട്. എന്നാ എനിക്ക് കേൾക്കണോ ദേവിയെ? ഇനി കണ്ണീരും കയ്യെന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്ന് വരെ അക്കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്ക് പണിക്ക് പോണേ എന്നോടല്ല പറയണ്ടേ, അല്ല ഓനോട് പോയി പറയണ്ടേ, അല്ലാണ്ട് നാട്ടിലുള്ളവരോടൊക്കെ പോയി പറയലാ? അയ്യോ എൻ്റെ വിമലെടുത്ത് നിങ്ങൾ തമ്മിൽ ഒരു അടി ഉണ്ടാകാൻ പറഞ്ഞല്ല ഞാൻ. ആ കുട്ടി നിലയാണെന്ന് പറഞ്ഞ ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. ഇത് അടി ഉണ്ടാക്കലല്ലോ, ഓളോട് ചോദിക്കണമല്ലോ. ഇത് ഓള് പറയാണ്ട് ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയേണ്ടത്. അയ്യോ എൻ്റെ വിമലെടുത്തിയെ, ഓളാടെ ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ആയില്ലേ, ഞാൻ ഇതൊന്നും പറഞ്ഞതെന്ന് പറയരുത് നിങ്ങൾ. ഞാൻ പിന്നെ ആ കുട്ടീൻ്റെ കണ്ണീര് കണ്ടിട്ടൊന്ന് പറഞ്ഞു പോയിന്നുള്ളൂ. നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കല്ലേ, ഞാൻ എന്നാ പോയൂടെ, ഇനിയിപ്പോൾ എന്ത് അറിയാനാ? എന്നാലും ഓക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തലുണ്ടോ? എല്ലാം ഓള് പറയും പോലെയല്ല ഞാൻ ചെയ്യൽ. എന്നിട്ട് ഓൾ എന്തിനു പറഞ്ഞതായിരുന്നു, ഇത് എന്തിൻ്റെ കുറവായി നോക്കുള്ളത്? എന്നാലും ഇതെന്തായാലും ഞാൻ ഓളോട് ചോദിക്കും. ഞാൻ നാണം കെടുത്തിയില്ലോള് ദേവീനോടൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഓൾ എന്ത് പറഞ്ഞാലും ഞാൻ തലയാട്ടി കൊടുക്കല. ഇന്ന് വരെ ഓൾ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനാ ദേവീനോട് ഏറ്റാലൊക്കെ പോയി പറഞ്ഞതോള്? ഈശ്വര, വല്ലാത്തൊരു കഥയായി പോയല്ലേ ഈശ്വര. ഞാൻ കൊണ്ടത്തരക്കേ പറ്റുള്ളൂ. അതുപോലെ മാത്രം നാട്ടിലെങ്ങും ഇല്ലാത്തൊരു അമ്മായിമ്മയും വരുള്ളൂ. ആന്ന് ഫറാണാൻ പോലും വെള്ളാട്ടിന് പോലും എന്തൊക്കെയായെന്ന സ്റ്റാറ്റസ് ഇടലും. എന്തായാലും ഇന്നത്തേനോട് കൂടി എല്ലാം റെഡിയാവും. ആയിട്ടാ പറ്റൂലല്ലോ. അമ്മ വന്നോ? എന്നിട്ട് എന്താ അമ്മയൊന്നും മിണ്ടാഞ്ഞേ, ബെല്ലം നടിക്കാഞ്ഞേ? എന്താ അമ്മേ? അമ്മേ നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഇനി മിണ്ടി പോവരുത്. അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് പണിക്കണോ? ഇനി നാളെ തന്നെ പണിക്കോട്. ദൈവം ഇത് നാട്ടുകാർ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ആ ദേവിയടുത്തിനോട് വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞു കൊടുത്തത്? എനിക്ക് പണിക്ക് പോകണം, ഇനി എനിക്ക് എന്നോട് ചോദിച്ചാൽ പോരെ? ഞാൻ സമ്മതിക്കൂല എന്നാ? അമ്മ എന്താ പറയുന്നത്? ഞാൻ ദേവിയടുത്തിനോട് പോയി പണിക്ക് പോകണമെന്ന് പറഞ്ഞെന്നോ? ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല ദേവിയടുത്തിനോട്. ഒന്നും പറയണ്ട. ദേവിയടുത്ത് എന്തെല്ലാം എന്നോട് വന്ന് പറഞ്ഞത്? ഞാൻ അവിടെ പോയി പറഞ്ഞു അല്ലേ, കരഞ്ഞു അല്ലേ, എനിക്ക് പണിക്ക് പോകണമെന്ന് പറഞ്ഞു അല്ലേ? എനിക്കെന്തേ പറയാണ്ട് എന്നോട് പറഞ്ഞാൽ പോരെ? അമ്മ അതങ്ങനെയല്ല. എന്തങ്ങനെയല്ലാന്ന്? ഞാൻ എന്നെ ഒരു മോളായിട്ടല്ലേ കണ്ടത്, മരുവളായിട്ടല്ലല്ലോ. എന്ത് കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലേ. ഇപ്പോഴായിട്ട് എന്താ ഇനി ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നതല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലേ. ഇപ്പം എന്താ എനിക്ക് പറ്റിയത്? ഞാൻ എന്നോട് എന്തെങ്കിലും ചെയ്തു പോയിക്കുന്നോ? പിന്നെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ട് വേണം ഞാൻ ഇതൊക്കെ അറിയണമെങ്കിൽ? ഞാൻ വിശന്ന് വന്നതായിരുന്നു, ഒത്തിരി എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചിട്ട്. ദേവിയടുത്ത് ഇത് വന്ന് പറഞ്ഞതോടുകൂടെ എനിക്കൊന്നും വേണ്ട, വയറ് നിറഞ്ഞ്. എൻ്റെ അടുത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അതിന് മോളെ ഞാൻ. ഈശ്വര, ദേവിയടുത്ത് എന്ത് പണിയാ ചെയ്ത്? നല്ലപോലെ പോകുന്ന അമ്മേനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്നലെ അവിടെ പിടിച്ചു നിർത്തി ഇതൊക്കെ ചോദിച്ച്? നല്ലൊരു മനസ്സിനുടമയെന്ന് ഞാൻ വിചാരിച്ചു. ഇത് വെറും തെറ്റിദ്ധാരണയാ. അവരെ മനസ്സിലാക്കാൻ ഞാൻ നേരം വൈകിപ്പോയി. അങ്ങനെയാ മോളെ, ആരെങ്കിലും എന്തൊരു സങ്കടം പറഞ്ഞല്ലേ മനസ്സാടെ അലിഞ്ഞു പോകും. പിന്നെ ഞാൻ ഒരു എന്തുണ്ട് ചെയ്തു കൊടുക്കാൻ? നിങ്ങൾ ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണ് ഞാൻ